കാസർഗോഡ് 5 വയസ്സുകാരനോട് രണ്ടാനച്ഛന്റെ ക്രൂരത. കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു. അയൽവാസിയാണ് മർദ്ദന ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് കൈമാറിയത്. രണ്ടാനച്ഛനായ ഷൗക്കത്ത് അലിയെ വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. ജെ ആക്ട് ഉൾപ്പെടെ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് 5 വയസ്സുകാരനോട് രണ്ടാനച്ഛന്റെ കണ്ണില്ലാത്ത ക്രൂരത. അയൽവാസിയാണ് ഈ ദൃശ്യം പകർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചത്. പിന്നീട് പോലീസ് ഈ കുട്ടിയുടെ പിതാവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുമായിരുന്നു. ഏതായാലും 4 വർഷം മുൻപ് ഇവരുടെ വിവാഹ മോചനം നടന്നിരുന്നു. അങ്ങനെ 3 മാസങ്ങൾക്ക് മുൻപാണ് കോടതി നിർദ്ദേശപ്രകാരം 3 മക്കളെ 10 വയസ്സും 8 വയസ്സുമുള്ള ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ 5 വയസ്സുകാരൻ്റെയും സംരക്ഷണ ചുമതല മാതാവിനെ ഏൽപ്പിക്കുന്നത്. 4 മാസങ്ങൾക്ക് മുൻപാണ് ഈ മാതാവ് രണ്ടാനച്ഛനെ മറ്റൊരാളുമായി ഒരുമിച്ച് താമസിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 3 മാസമായി ഈ കുട്ടിയെ ഇത്തരത്തിൽ നിരന്തരം മർദ്ദിക്കാറുണ്ട് എന്നാണ് ഈ പിതാവ് പറയുന്നത്. ഏതായാലും കോടതി നിർദ്ദേശപ്രകാരമാണ് സംരക്ഷണ ചുമതല 3 പേരുടെയും ഈ മാതാവിനെ ഏൽപ്പിച്ചതെങ്കിലും നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി കുട്ടികളുടെ 2 കുട്ടികളുടെ, അതായത് 10 വയസ്സുള്ള ആൺകുട്ടിയുടെയും അതുപോലെ തന്നെ ഇപ്പോൾ മർദ്ദനത്തിന് ഇരയായ 5 വയസ്സുകാരനായതിൻ്റെയും സംരക്ഷണ ചുമതല താൽക്കാലികമായി പിതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിരന്തരം ഈ കുട്ടികളെ ഉപദ്രവിക്കാറുണ്ട്. മാതാവിൻ്റെ ഒത്താശയോടുകൂടിയാണോ ഇങ്ങനെയൊരു മർദ്ദനം എന്നത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും ഈ പിതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മർദ്ദനം കേട്ടെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ വിളിച്ചിട്ടാണ് ഞാൻ വരുന്നത്. നാട്ടുകാർക്ക് എന്നെ കിട്ടാത്തതുകൊണ്ടാണ് ഇത്ര സമയമെടുത്തത്. 3 മാസത്തോളം ഈ കുട്ടിയെ ദ്രോഹിക്കുന്നെന്ന് പറയുന്ന അയൽവാസികൾ. പിന്നെ എന്നെ കിട്ടാത്തതുകൊണ്ട് എൻ്റെ നാട്ടിലെല്ലാം വന്നിട്ട് അന്വേഷിച്ചിട്ട് എന്നെ കിട്ടിയതിന് ശേഷമാണ് അവരെന്നെ കോൾ വിളിച്ചിട്ട് സംഭവം പറഞ്ഞിട്ട് ഞാൻ പോയി അന്വേഷിച്ച് സ്റ്റേഷൻ മുഖേന ഞാൻ കംപ്ലയിൻറ്റും കൊടുത്തു. പിന്നെ അയൽവാസികളെല്ലാം വന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു. അതിനുശേഷം കുട്ടികളെ വിദ്യാനഗർ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് കൊടുന്നു. പിന്നെ കുട്ടികളെ എൻ്റെ കൂടെ വരുന്നു പറഞ്ഞ് കുട്ടികളെ എൻ്റെ കൂടെ അയച്ചു. മർദ്ദനം എന്ന് പറഞ്ഞാൽ നല്ലോണം മർദ്ദിച്ചിട്ടുണ്ട് കുട്ടീനെ. കുട്ടിക്ക് നടക്കാനും പോലും പറ്റുന്നില്ല. ഇപ്പോൾ കാൽക്ക് നെഞ്ചിനെല്ലാം വേദന ഉണ്ട്. അത് നല്ലോണം ബുദ്ധിമുട്ടുണ്ട് കുട്ടിക്ക്. പിന്നെ അതേപോലെ ഇപ്പോൾ അവരെ ഭാഗത്തുനിന്ന് നല്ലോണം ഭീഷണിയും ഉണ്ട്. നിങ്ങളെ വെറുതെ വിടില്ല, നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിയുണ്ട്. ഈ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ആൾ വലിയ ക്രിമിനലാണ്, ഗൗണ്ടാ ലിസ്റ്റിലെല്ലാം ഉണ്ടതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലോണം പേടിയും ഉണ്ട് കുട്ടികളെ ചൊല്ലിയിട്ട്. കുട്ടികളൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നുള്ളൊരു പേടിയും ഉണ്ട്. ഏതായാലും പോലീസ് ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. മാതാവിനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയെ മാതാവ് ഉപദ്രവിക്കാറുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഏതായാലും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കെ ബി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.